ഈ ഉരുണ്ട് കളിക്കുന്ന ഗ്ലാസിൻ്റെ ബോട്ടിലാണ് 2026ലേക്കുള്ള എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജാറ്. ഈ ഒരു ജാറിൻ്റെ അൺബോക്സിങ് ആൻഡ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഷോർട്സിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ജാറ് യൂസ് ചെയ്തിട്ട് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജാറ് ചെയ്തെടുത്തിട്ടുണ്ട്. നോർമലി നമ്മൾ ഇതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എന്നൊക്കെ ലേബൽ ചെയ്യാറുണ്ട്, പക്ഷെ ഞാനത് പ്രിൻ്റ് എടുക്കാൻ മറന്നതുകൊണ്ട് തൽക്കാലം 2026 എന്നൊക്കെ ലേബൽ ചെയ്ത് ചെറിയൊരു ഡെക്കറേഷനൊക്കെ കൊടുത്ത് ജാർ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്തിനാണ് ഈ ഒരു ജാർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എല്ലാ വർഷവും തീരുന്ന സമയത്ത് കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഒരു തോട്ടാണ് ദിസ് വാസ് മൈ വേഴ്സ്റ്റ് ഇയർ. ഈ ഒരു വർഷം എനിക്ക് തീരെ ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ഈ വർഷമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും മോശം എന്നുള്ളൊരു തോട്ട്. അതൊരു പ്രശ്നമല്ല, നോർമലി എനിക്കടക്കം എല്ലാവർക്കും തോന്നാറുണ്ട്. പക്ഷെ ശരിക്കും അതങ്ങനെയല്ല. ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ഇയറിൽ ആ ഒരു 365 ഡേയ്സും എന്തായാലും സങ്കടങ്ങൾ മാത്രമല്ല കിട്ടിയിട്ടുണ്ടാവുക. ഒരുപാട് ഹാപ്പി മൊമെൻറ്റ്സ്, നമ്മൾ ലൈഫിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യിച്ച ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും. അവിടെയാണ് നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജാറിൻ്റെ ഇമ്പോർട്ടൻസ്. ഈച്ച് ഡേ അല്ലെങ്കിൽ ഈച്ച് വീക്ക് നമ്മൾ ഏതൊരു കാര്യത്തിനാണോ ഹാപ്പി ഓർ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് അതൊരു പേപ്പറിൽ നോട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ജാറിനകത്ത് ഇട്ട് വെക്കും. ഈ ഒരു വർഷം മുഴുവനും നമ്മൾ ഈ ഒരു സംഭവം ഫോളോ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ഡിസംബർ 31 ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ജാർ ഓപ്പൺ ചെയ്ത് നോക്കാം. ആ വർഷം അവസാനവും നമുക്ക് എന്തായാലും ഒരു തോട്ട് വരും, ഈ വർഷം അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എനിക്ക് കൊള്ളില്ല എന്നുള്ളൊരു തോട്ട് വരും. പക്ഷേ നമ്മളുടെ ജാറിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഗ്രേറ്റ്ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മളുടെ ആ ഒരു ഇയർ എന്തായാലും വേസ്റ്റ് അല്ല. അങ്ങനെ ഒരു റിയലൈസേഷൻ കിട്ടാൻ നമ്മൾ ഈ ഒരു ജാർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആകാറായി, എല്ലാവരും ഫ്രഷ് ആയിട്ട് ഒരു ജാർ എടുത്തിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്ത് നോക്കുക. ആൻഡ് ഇതുപോലത്തെ ക്രിയേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഐഡിയാസിന് വേണ്ടിയിട്ട് മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.